അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് തൈര് സാധം ട്ടാ. അപ്പൊ അത് കഴിച്ച് നമ്മൾ ഇറങ്ങണേണ്. പിന്നെ അതുപോലെ പോവാറായപ്പോ കുറച്ച് അച്ചാറും കാര്യങ്ങളൊക്കെ തന്നു വിട്ടേട്ടാ. നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ച ആ ഒരു മലയാളികളുടെ വീട്ടിലാണ് ട്ടാ. അവര് ശരിക്കും വർക്കിന് പോയി. അപ്പൊ എന്നോട് വീട് കാര്യങ്ങൾ പൂട്ടിയിട്ട് പോന്നാ മതിന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ നേരെ പോണത് അവരുടെ കമ്പനിയിലേക്കാണ്. ഇവിടുന്ന് അടുത്താണ് ട്ടാ. അങ്ങനെ അവരുടെ കമ്പനി എത്തി. അങ്ങനെ അവരോടൊക്കെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങണേണ്. നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് പറഞ്ഞിട്ടാണ് ട്ടാ അവരോടൊക്കെ ഇറങ്ങണത്. അങ്ങനെ നമ്മൾ പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോഴാണ് കുറച്ച് ആൾക്കാരെ കണ്ടുമുട്ടിയിട്ട് നമ്മൾ പോണ വഴിക്ക് ഒരുപാട് ആൾക്കാരെ കണ്ടുമുട്ടുന്നുണ്ടാവും. വല്ലാത്ത സന്തോഷം തന്നെയാണ്. അതുപോലെ ഇവർ എന്നോട് സംസാരിക്കുന്ന വേറൊന്നുമില്ല ട്ടാ. മതത്തിനെ കുറിച്ചാണ് എന്റെ താടി കണ്ടിട്ടാണ് ഈ പറയണത്. ഈ ഒരു പുള്ളിയിലെ കുറച്ച് പൈസ എനിക്ക് എടുത്ത് തന്നിട്ട് പറഞ്ഞ് ചായ കുടിച്ചോളാൻ പറഞ്ഞാ. പാവം ഞാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പുള്ളി എനിക്ക് ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ തന്നിട്ടാ. നമ്മൾ സഞ്ചരിക്കുന്ന റൂട്ട് എന്ന് പറയുന്നത് അഗർത്തലയിലാണെങ്കിലും ഇതൊരു ഉള്ളേരിയാണ്. നമ്മൾ പോണെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല ട്ടാ. ഇവിടെ ഒരു പുള്ളിനെ കാണാൻ വേണ്ടിയാണ് പോണത്. എന്നെ പുള്ളി കഴിഞ്ഞ ദിവസം കോൾ ചെയ്തിട്ടുണ്ടാ. ഈ ഒരു പുള്ളിയാണ് ട്ടാ. പുള്ളി ഒരുപാട് വർഷമായിട്ട് സൈക്ലിംഗ് ചെയ്യാനായിട്ടാ. ദിവസം 30 കിലോമീറ്ററോളം സഞ്ചരിക്കും എന്നാണ് പറഞ്ഞത്. പുള്ളിക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റും അതുപോലെ ഇവിടുത്തെ ക്ലബിന്റെ ഒക്കെ കുറെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടാ. അങ്ങനെ പുള്ളീൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കാര്യങ്ങൾ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് നമ്മൾ ഇവരെ കണ്ടുപിട്ടേട്ടാ. ഇവിടുത്തെ ദുർഗാപൂജ എന്ന് പറഞ്ഞ ഒരു വലിയ ഫെസ്റ്റിവൽ ഉണ്ട്. അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ട്ടാ. ഇവിടുത്തെ ക്ലബ്ബാണ്. ഇവർ വലിയ രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടാ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു പുള്ളീനെ കണ്ടുപിട്ടേട്ടാ. അങ്ങനെ പുള്ളിയൊക്കെ ആയിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാ.